ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മൾ കുറച്ച് ദിവസമായി ഈ കുക്കിംഗ് പോലത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ആക്ച്വലി ഇന്ന് കുക്കിംഗ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഈ ഒറിജിനൽ മാങ്ങ വെച്ച് എങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ വേറെ കൂടുതൽ പൊടിയും കാര്യങ്ങളൊന്നും ഇടുന്നില്ല, അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ നമ്മൾ ചേർത്ത്, കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അതൊക്കെ വെച്ച് നമ്മൾ പെട്ടെന്ന് ഒരു 2 മിനിറ്റ്, ഒരു 5 മിനിറ്റിനകത്തൊരു ഐസ്ക്രീം റെഡിയാക്കുവാണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കോണും എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. അതെങ്ങനെയൊന്ന് കാണിക്കാം. നമ്മൾ ഇതുപോലത്തെ 3 മാങ്ങയാണ് എടുക്കുന്നത്. ഈ മാംഗോ ഐസ്ക്രീമിനെ ഏകദേശം ഇച്ചിരി വലുതാണ്. ഇവിടെയൊക്കെ കിട്ടുന്ന ഏകദേശം വലിയ മാങ്ങയാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള മാങ്ങയാണ് 3 എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ മാംഗോ ഐസ്ക്രീമിന് ആദ്യം മാങ്ങ ചത്തുവാണ്. നമ്മൾ 3 മാങ്ങയാണ് ഈ ഐസ്ക്രീമിന് വേണ്ടി എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മാങ്ങ പീൽ ചെയ്തിട്ട് നമ്മളിത് പീസായിട്ട് മുറിച്ചെടുക്കുവാണ്. ഇങ്ങനെ നമുക്ക് ഈ മാങ്ങ മൊത്തം പീസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ പീസ് ചെയ്ത് കേട്ടോണ്ട് ഈ ഒരു അളവിനാണ് നമ്മൾ 3 മാങ്ങയും കൂടെ ആ ചെത്തി പീസ് ചെയ്തേക്കുന്നത്. നല്ലവണ്ണം പഴുത്ത മാങ്ങ വേണമേ. അപ്പം നമ്മൾ ഇതൊരിപ്പം ഒരു ജ്യൂസറാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇതെനിക്കൊന്ന് ഈ അമേരിക്കയിലേക്ക് സ്മൂത്തി ഉണ്ടാക്കുന്ന ഒരു ജ്യൂസറാണ്. ഇപ്പം നിങ്ങൾക്ക് ഇതിപ്പം ട്രൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം മിക്സി ആണെങ്കിലും കുഴപ്പമില്ല. ഇത് മിക്സി പോലത്തെ ഒരു സാധനം തന്നെ അത്. അപ്പോൾ നമ്മൾ ഈ മാങ്ങ എല്ലാം കൂടെ തന്നെ ഈ ജ്യൂസറിൻ്റെ കപ്പിനകത്തോട്ട് ഇടുവാണ്. ഇതിൻ്റെ കൂടെ വേറെ ചേരുവകളൊക്കെ ഉണ്ട്, അത് ഞാൻ നിങ്ങളെ ഓരോന്ന് കാണിക്കാമേ. അതുകൊണ്ട് ഈ സാധനം നമ്മളിങ്ങനെ കമത്തിയാണ് വെക്കുന്നത്. ഇപ്പം ഇതുപോലെ ആക്കിയെടുത്ത് കേട്ടോ. കാരണം ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല, വെള്ളം ഒഴിച്ചിട്ടില്ല. ഈ ഒരു പരുവത്തിനാക്കിയെടുത്ത് നമ്മൾ. അപ്പോൾ ഇതോട്ട് നമ്മൾ ആ ബൗളിനകത്തോട്ടൊന്ന് ഒഴിക്കുവാണ്. നമ്മൾ വെള്ളം ഒഴിക്കാത്തത് കൊണ്ടാണ് ഇത്ര കട്ടിക്ക് അത് വന്നേക്കുന്നത്. ബാക്കി കൂടെ ഉണ്ട്, നമ്മൾ അതുകൂടെ ഒന്ന് അതിനകത്തിട്ടൊന്ന് എടുക്കുക. അപ്പോൾ നമ്മൾ അവസാനത്തെ നമ്മൾ കഴിഞ്ഞു. അവസാനത്തെ പൾപ്പ് റെഡിയാക്കി ഇത്രയായി. ഇതിന് നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് ഇതിന് ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ മാങ്ങ എടുക്കുന്ന സമയത്ത് നാരൊന്നും ഇല്ലാത്ത മാങ്ങ നോക്കി വേണം എടുക്കാനേ. നല്ലൊരു സംഭവമായിരിക്കും നമ്മൾ ചെയ്ത് വരുമ്പോൾ. അപ്പം നമ്മൾ ആദ്യം ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇടുവാണേ. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ടു. നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത് ഇവാപ്പറേറ്റഡ് മിൽക്ക് എന്ന് പറഞ്ഞ ഒരു ഇത് കാണാമല്ലോ. ഈ ഇവാപ്പറേറ്റഡ് മിൽക്ക് എന്ന് പറഞ്ഞതാണ് നമ്മളിപ്പോൾ അടുത്ത് യൂസ് ചെയ്യുന്നത്. അടുത്ത് തന്നെ ഒഴിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ തോന്നുന്നുണ്ട്. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് 354 ml ആണ്. എന്ന് പറഞ്ഞാൽ 1/4 ലിറ്ററിനെക്കാട്ടി കുറച്ചുകൂടെ കൂടുതലുണ്ട്. ഞാനിപ്പോൾ ഒഴിച്ചത് ഇവാപ്പറേറ്റഡ് മിൽക്ക്. അടുത്ത് ഒഴിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇതൊരു 1/4 ലിറ്ററോളം ഉണ്ട്. അപ്പോൾ അത് മൊത്തം അങ്ങ് ഒഴിക്കുക. നല്ല കട്ടിയത്. ഞാനിട്ടത് ഏലക്കപ്പൊടിയാണ് ഇട്ടത്, 1/4 ടീസ്പൂൺ. അല്ലെങ്കിൽ നിങ്ങൾ ഈ 3 ഇട്ടാലും മതി. ഒരു 3 ഏലക്ക എടുത്തിടുവാണെങ്കിൽ ഇട്ടാലും മതി. നിങ്ങൾ ഈ മാംഗോ പൾപ്പാക്കുന്ന സമയത്ത് ഒന്നിച്ചിട്ട് പൊടിച്ചാലും മതിയാവും. നമ്മൾ ഇത്രയും ചേർത്തിട്ടുണ്ട്. നമ്മളിത് മൊത്തം ഒന്ന് മിക്സ് ചെയ്യുവാണ്. ഇത് മൊത്തം ഒന്ന് മിക്സ് ആക്കി എടുക്കണം. നിങ്ങൾ ഇത്രയും ചെയ്യുമ്പോൾ മധുരം കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അല്പം ഷുഗർ ആഡ് ചെയ്യുന്നതിനും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ മിക്സിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ എന്തെങ്കിലും നട്ട്സ് ആഡ് ചെയ്യുമോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പിസ്ത എന്ന് പറയത്തില്ലേ, അങ്ങനത്തെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. തൽക്കാലം നമ്മളങ്ങനെ ചെയ്യുന്നില്ല. ഇനിയിപ്പം ഇതിൻ്റെ പരിപാടി മിക്സിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മളിത് ഒരു ചെറിയൊരു ട്രേക്കകത്ത് ഇത് ഒഴിച്ചു വെക്കും. എന്നിട്ട് ഇത് ഫ്രീസറിനകത്തോട്ട് വെക്കും. അപ്പം പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ അത് ഐസ്ക്രീം ആയിട്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ട്രേക്കകത്ത് നമ്മൾ ഒഴിച്ചു വെക്കുവാണ്. ഇത് നമ്മൾ ഫ്രീസറിനകത്തോട്ടും കയറ്റുവാണ്. മാംഗോ ഐസ്ക്രീം, ഹോം മെയ്ഡ് മാംഗോ ഐസ്ക്രീം.
അപ്പോൾ നമ്മൾ അവസാനമായിട്ട് ഈ ട്രേക്കകത്ത് ഒഴിച്ചു വെച്ചു. ഇനിയിപ്പം ഇതിനകത്തൊരു ഡെക്കറേഷൻ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ ഈ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത ആൽമണ്ട്സോ ഞാൻ നേരത്തെ പറഞ്ഞ പിസ്താഷ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം അതിനകത്ത്. അപ്പം അത് കാണാൻ കുറച്ചുകൂടെ ഒരു ഭംഗി ഉണ്ടാകും. അപ്പോൾ ഞാനിതിപ്പോൾ ഇത്രയും ചെയ്യുന്നുള്ളൂ. ഞാനിത് ഫ്രീസറിനകത്തോട്ട് വെക്കാൻ പോവാണേ. അപ്പോൾ നമ്മൾ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രീസറിനകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ഒരു ദിവസം അതിരുന്ന് നാളെ അത് നല്ലവണ്ണം ഇതായതിനു ശേഷം നമ്മൾ ടേസ്റ്റ് നോക്കി പറയാമേ. ഇന്നലെ നമ്മൾ ഫ്രീസറിൽ വെച്ചതാണ്. അത് നല്ലവണ്ണം കട്ടിയായിരിക്കുന്നുണ്ട്. ഒരു സ്കൂപ്പ് നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫൈനലി വേണ്ട മാംഗോ ഐസ്ക്രീം റെഡി ആക്കി നമ്മുടെ കൈ വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഗാർണിഷ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, കാണാമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കുവാണ്. ഇപ്പം ഞാൻ തന്നെ ടേസ്റ്റ് നോക്കുന്നത്. ഏതായാലും എന്താ പറയണമെന്ന് അറിയത്തില്ല. നിങ്ങൾ വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ, അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല ഇത്. നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ഇത് പറയുന്നത്. നല്ല ടേസ്റ്റ്. കാരണം നിങ്ങൾ കണ്ടതുപോലെ ഒറിജിനൽ മാംഗോ വെച്ചാണ് നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ട് ഇപ്പോൾ വീട്ടിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇപ്പോൾ കടയിൽ നിന്നൊക്കെ നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കുമ്പോൾ അവർ കുറേ അതും ഇതുമൊക്കെ ഇട്ടാണ് അവർ അത്ര ഒരു ടേസ്റ്റ് വരുത്തുന്നത്. നമ്മൾ അങ്ങനെ വേറെ അഡീഷണൽ ആയിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല. നല്ല ടേസ്റ്റിൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്ക്. ഒത്തിരി സാധനങ്ങളൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യാൻ, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. 100% ഷുവറാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ വീട്ടിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എളുപ്പം ട്രൈ ചെയ്യാൻ പറ്റിയ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.